കോൺഗ്രസ് CPM-ന് പണം ആവശ്യമുണ്ട്. താങ്കൾ പറയുന്ന പോലെയല്ല, വലിയ PR വർക്ക് നടത്തണം. അതിനൊക്കെ പണം വേണ്ടേ? അപ്പോൾ പിന്നെ ഇങ്ങനെ ദൂർത്തില്ലാതെ ഇങ്ങനെ പണം നേടാതെ പിന്നെ എന്ത് ചെയ്യും? അല്ല, അതിന് അവർക്ക് കരുവന്നൂർ പോലെ ബാങ്ക് ഉണ്ടല്ലോ കൊള്ളയടിക്കാൻ. ഇപ്പം ഖജനാവ് കൊള്ളയടിച്ചു, ഖജനാവ് കൊള്ളയടിച്ചിട്ട് അത് കഴിയാത്തപ്പോൾ ബാങ്കുകൾ കൊള്ളയടിച്ചു. ഇപ്പോൾ അത് ക്ഷേത്രങ്ങളിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ മായയുടെ അടുത്ത പത്മനാഭം ക്ഷേത്രത്തിലേക്ക് കയറുമെന്നുള്ളതാണ് എൻ്റെ ഭയം. കാരണം അതും നിയന്ത്രണപരം അല്ലാത്തതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. ഇനി അടുത്തത് ക്ഷേത്ര കൊള്ളകളാണ്. അവരുടെ അടുത്ത ഭരണം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രത്തിലേക്കും കൊള്ളയടിക്കുവാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ശബരിമലയിലും അത് നിങ്ങൾ നോക്കൂ. മറ്റൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞില്ല, BJP സമരം ചെയ്തിട്ടുണ്ട്. മലബാറിലെ പല ക്ഷേത്രങ്ങളിലും സ്വർണം കളവുപോയിട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തന്ത്രിമാർ സമരം ചെയ്തു. ഈ ഗവൺമെൻറ്റിന് സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളും, പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡിലെ പല സ്വർണ്ണങ്ങളും സ്ഥലങ്ങളും കൈമാറിയിരിക്കുന്നു, അതുപോലെ തന്നെ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അതിനെതിരെ FIR പോലും പോലീസ് ചെയ്യുന്നില്ല. ഇത് വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധമറിയിക്കുന്ന കാര്യമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ് ഒരു ഹൈന്ദവ വിരുദ്ധ, ക്ഷേത്രവിരുദ്ധ, സനാതന ധർമ്മവിരുദ്ധ സർക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ CPM-ൻ്റെ വിഷയമെടുത്താൽ മുഖ്യമന്ത്രിയിലേക്ക് വന്നാൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നാൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്, തീരുമാനിക്കുന്നത്. അത് പലപ്പോഴും കോടതി തന്നെ പറഞ്ഞു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഡാറ്റ ചോർച്ച വിഷയമുണ്ടല്ലോ, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ശക്തമായ വിമർശനം ഉന്നയിച്ചത് ഹൈക്കോടതി. ശ്രദ്ധിച്ചില്ലേ അത്? ഈ സ്റ്റാഫിൻ്റെ ഡാറ്റയിൽ ഇതിലെനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. ഇവർ ഏത് കാലഘട്ടത്തിലാണ് ഡാറ്റ മോഷ്ടിക്കാത്തത്? ഇവർ സ്പ്രിങ്കിൾ വിഷയത്തിൽ നമുക്കറിയാമല്ലോ, ഇവർ മോഷ്ടിച്ചെത്തുന്ന കാര്യത്തിൽ ഒരൊറ്റ തർക്കവുമില്ല. കാരണം അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഫേസ്ബുക്കിലൊക്കെ എഴുതുകയാണ്. ഈ സ്പ്രിങ്കിൾ വിഷയത്തിൽ തൊട്ട് ഡാറ്റ മോഷണം ഇവരുടെ ഒരു ശാസ്ത്രീയമായ കലയാണ്. അന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് മറ്റു പല കാരണം കൊണ്ടാണ്. എങ്ങനെയാണ് ഈ സ്പ്രിങ്കിളിന് അതിനുശേഷം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു $24 ബില്യൺ മില്യണോ ട്രില്യണോ വലിയൊരു കോൺട്രാക്ട് കിട്ടിയത് എങ്ങനെയാണ്, അതിന് എങ്ങനെയാണ് ശിവശങ്കർ നാൾ അതിൻ്റെ ആഡ് ഫിലിമിൽ അഭിനയിച്ചത്, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഡാറ്റ മോഷണം വളരെ ശാസ്ത്രീയമായി CPM കാലാകാലങ്ങളെ ചെയ്യുന്നതാണ്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കേരള ബാങ്കിൻ്റെ അടക്കം, അതുപോലെ മറ്റു പല വിഷയങ്ങളിലും, അതുപോലെ കിഫ്ബിയുടെ ഈ കേരള ഇവിടുത്തെ ചിട്ടി യുടെ കമ്പനി അതടക്കമുള്ള സകല ഡാറ്റകളും മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ദിനേശ് ഫുഡ്സിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായിട്ടുള്ള കമ്പനിയാണ് ഇവരുടെയൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. അതിനൊക്കെ മാനിപ്പുലേറ്റഡ് ആണ്. അതുകൊണ്ട് കേരള ബാങ്കും അതുപോലെ തന്നെ സൊസൈറ്റികളും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പല കമ്പനികളിലും ഡാറ്റ ചോർച്ച നടക്കുന്നുണ്ട്. ഇവയെല്ലാം കൃത്യമായി തിരഞ്ഞെടുപ്പ് സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം കേരളത്തിന് പുറത്തുള്ള പല ബാങ്കുകൾക്കും പല മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഇവർ വെക്കുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പോലും എത്രത്തോളം ഈ സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യപരമായ ഡാറ്റ ഈ സർക്കാരിൻ്റെ കീഴിൽ എത്രത്തോളം ശാസ്ത്രീയമായി അത് രൂപീകരിച്ചിട്ടുണ്ട്, അത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചു, ബാങ്കുകൾ കൊള്ളയടിച്ചു, ക്ഷേത്രം കൊള്ളയടിച്ചു, ഇപ്പോൾ ഇത് ആ ഡാറ്റയും കൂടെ കൊള്ളയടിക്കുന്നു. പുറമെ ഒരു സാധനവും ഉണ്ടാവില്ല. ഈ സംസ്ഥാന സർക്കാർ ഈ ഭരണം വിട്ട് മാറുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റേതായി ഒന്നും ഉണ്ടാവില്ല. കടബാധ്യത അല്ലാണ്ട് ഏതാണ്ട് 6 ലക്ഷം കോടി കടമല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നവകേരള സർവേ ഉണ്ടായിരുന്നല്ലോ, അത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. അത് വലിയ തിരിച്ചടിയാണ്. പക്ഷേ അതിൽ നിന്നിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തപ്പോൾ സുപ്രീം കോടതി തന്നെ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേ മാത്രമാണ്, കൂടുതലൊന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുമില്ല. അതൊരു ആശ്വാസമായി കരുതാനാവോ? തുറന്നു പറഞ്ഞാൽ പലതും പ്രതിഷേധാർഹമായി വരും. പലരും വലിയ കഴിവുള്ള കേരളത്തിലെയും അത് പുറത്തുമുള്ള വക്കീലുമാർ, അഡ്വക്കേറ്റുമാർ, സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടിയിട്ട്, നമുക്കറിയാമല്ലോ ഇവിടുത്തെ കൊലക്കേസ് പ്രതിക്ക് വേണ്ടി വരെ കോടികൾ മുടക്കി നാട്ടിലേക്ക് ഒഴുകി ഹൈക്കോടതിയിലേക്ക് പറന്നു വന്ന വക്കീലുമാരുടെ കഥകൾ നമുക്കറിയാം. അപ്പോൾ ഇത്തരം വക്കീലുമാർ, അഡ്വക്കേറ്റുമാർ പണത്തിന് വേണ്ടി മാത്രം ഇത്തരം തെറ്റായ നടപടികൾ, ജനദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ നിർഭാഗ്യവശാൽ കോടതി വിധികളും ഒരു പക്ഷേ അവർക്ക് അനുകൂലമാകുന്നു. കാരണം ഒരു വളരെ സ്വതന്ത്രരായ ചില വ്യക്തികളാണ് ഇതിനുവേണ്ടി കേസ് നടത്തുന്നത്. അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഗവൺമെൻറ്റിൻ്റെയും CPM-ൻ്റെയും അത്ര ശക്തിയായി ഇതിനെ എതിർക്കാൻ കഴിയുന്നില്ല. കോടതിയിലും അതിശക്തരായി പണം കൊടുത്തുകൊണ്ട് അവനെ എതിർക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഒരുപക്ഷെ മനുഷ്യത്വ വിരുദ്ധമെന്ന് നമുക്കൊക്കെ തോന്നാവുന്ന വിധികളായിരിക്കും വരിക. അത് കോടതിയുടെയും തെറ്റല്ല, കോടതിക്ക് മുൻപിൽ അത് ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന, ഇത്തരം നുണകളെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന
അഡ്വക്കേറ്റുമാരുടെ കഴിവ് കൂടിയാണ്. അതിൽ CPM ജയിക്കുന്നു. ഇപ്പോൾ നോക്കൂ, കരുവന്നൂർ വിഷയത്തിലൊക്കെ അതല്ലേ സംഭവിച്ചത്. ശാസ്ത്രീയമായി എങ്ങനെ നുണ പറയാമെന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടുപിടിക്കണം. ശാസ്ത്രീയമായി എങ്ങനെ കൊള്ള നടത്താമെന്നുള്ളത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കരുവന്നൂർ വിഷയത്തിൽ നോക്കൂ, അവിടെ ഈ ഡാറ്റ സെലക്ട് ചെയ്തൊക്കെ, അത് പഴയ വിഷയമാണ്, അവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റകളും പാസ്വേഡും അവിടുത്തെ തൂപ്പുകാരിക്ക് വരെ കൊടുത്തു വെച്ചേക്കുന്നു. അപ്പോൾ അവിടെ ഒരു ബ്രാഞ്ചിൽ 12 ജോലിക്കാരുണ്ടെങ്കിൽ 12 ജോലിക്കാർ കുറ്റവാരാണ്. ബ്രാഞ്ച് മാനേജറോ സെക്രട്ടറിയോ മാത്രം യൂസ് ചെയ്യേണ്ട ഡാറ്റ ഒപ്പിട്ടിട്ട് അടുത്ത തൂപ്പുകാരിയെ കൊണ്ടുവരെ ഒപ്പിട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇത്തരം തട്ടിപ്പുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ സർക്കാരുകൾ കോടതിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഈ സർക്കാരിന് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അതെങ്ങനെയാണ് പ്രതിഫലിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊന്നും മറികടക്കണം. അത് സർക്കാരിനറിയാം. വന്ന ആ തിരിച്ചടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പല PR വർക്കുകളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ നിയമസഭയുടെ സമയത്ത് ഉണ്ടായൊരു കിറ്റൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള നടപടികളുമുണ്ട്. അത്തരത്തിലുള്ള എന്തൊക്കെയോ ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. കേരളം ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ കാണാത്ത വലിയ PR വർക്കിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നു. ജനങ്ങളത് വിശ്വസിക്കില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഭരണകൂടവും പ്രതിപക്ഷവും ഒരു 400-500 കോടി മുടക്കിയിട്ടാണ് ഈ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് സംസ്ഥാന ഭരണകൂടത്തിന് അതിൻ്റെ ഫണ്ട് അവർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷവും ഒട്ടും മോശമില്ലാതെ വിദേശ പിന്തുണയും അതുപോലെ തന്നെ മറ്റുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും, കാരണം അവരുടെ ഒരു അവസാന പ്രതീക്ഷ കൂടിയാണ്. കേരളവും കൂടി നഷ്ടപ്പെട്ടു പോയാൽ, ഇനിയും നഷ്ടപ്പെട്ടാൽ അവർക്കത് പിഴിച്ചീക്കാനാവില്ല. അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള പിന്തുണയുണ്ട്. അതുപോലെ തന്നെ ചില തീവ്രവാദ സംഘടനകളുടെ പിന്തുണയുണ്ട്. ഹൈക്കമാൻഡിൻ്റെ വലിയ പിന്തുണയുണ്ട്. അത്തരത്തിൽ കേരളത്തിനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും കോടികളുടെ, സഹസ്ര കോടികളുടെ വലിയ PR വർക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ കേരളത്തിലെ പല ഹോർഡിങ്ങുകളും ഇനിയിപ്പോൾ അവൈലബിൾ അല്ല. ഹോർഡിംഗ് ഒന്നും ഇലക്ഷൻ കഴിയണത് വരെ ബസ്സുകൾ മുഴുവൻ, KSRTC ബസ്സുകൾ മുഴുവൻ കേരള ഗവൺമെൻറ്റിൻ്റെ, മുഖ്യമന്ത്രിയുടെ മുഖം കൊണ്ട് നിറയുന്നു. ഈ മനസ്സിലാവുന്ന പല ഹിന്ദി ചാനലുകളിൽ പോലും മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും പരസ്യങ്ങൾ കാണുന്നു ഓൺലൈനിൽ പോലും. എനിക്കതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ബീഹാറികളെ സ്വാധീനിച്ച് വോട്ട് മേടിക്കാനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോലും കേരള പരസ്യങ്ങൾ കണ്ടില്ലേ, അസാധ്യമായ രീതിയിലുള്ള പരസ്യങ്ങൾ. ഏതായാലും പരസ്യ കമ്പനികൾക്ക് ചാകരയാണ്, ചാനലുകൾക്കും ചാകരയുണ്ട്. അത് അമൃതയ്ക്ക് എത്ര കിട്ടണമെന്ന് എനിക്കറിയില്ല. ഏതായാലും കാര്യമായ ചാകരയുണ്ട്, മറ്റ് പലർക്കും ചാകരയുണ്ട്. എല്ലാ പത്രങ്ങൾക്കും, എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇടുമ്പോൾ എങ്ങനെയാണ് ഇപ്പുറത്ത് മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത ഇടുക എന്നുള്ളതൊരു സ്വാഭാവിക പ്രശ്നമാണ്. കാരണം അവരുടെയൊക്കെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് മാധ്യമങ്ങളെ പണം കൊടുത്ത് നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയെല്ലാം വലിയ വക്കീലന്മാരെ വിട്ട് നിയന്ത്രിക്കുന്നു. ഒരു ഫാസിസത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. സാമ്പത്തികമായി ഇത്തര ഒരു വലിയ രാക്ഷസ സംഘടന, ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാങ്കുകൾ കൊള്ളയടിച്ചു, ഖജനാവ് കൊള്ളയടിച്ചു, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, ഡാറ്റ കൊള്ളയടിച്ചു, സർവ്വതും കൊള്ളയടിച്ച ആ പണം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവരുടെ ഒരു വോട്ട് വാങ്ങിക്കുവാനുള്ള ശ്രമമാണ്. എനിക്ക് ജാഗരൂകരായ മനുഷ്യരുടെ, കേരളത്തിലെ മലയാളികളുടെ മനസ്സിലെനിക്ക് വിശ്വാസമുണ്ട്, അവരുടെ ആത്മാർത്ഥതയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവരിതിൽ വീഴില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ടെങ്കിലും ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളൊക്കെ, അതിപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും മുന്നോട്ട് വയ്ക്കുക പ്രധാനപ്പെട്ട പ്രചരണ ആയുധം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും. പക്ഷേ ഈ വിഷയം, ഇതിൻ്റെ ഒരു അന്വേഷണം, SIT, അത് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകുക? താങ്കൾ എന്താണ് കരുതുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള SITയിലെ ഉദ്യോഗസ്ഥ തന്നെയാണ് ഈ SIT. അത് കോടതി വെച്ചതാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും കുറേ പരിമിതികളുണ്ട് അവർക്ക്. തുടക്കത്തിലേ നമ്മളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. ഇപ്പോൾ അത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരും അറസ്റ്റിലായ പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യമായി പുറത്തേക്ക് പോവുകയാണ്. ആകെ 2 പേർ മാത്രമേ ഉള്ളൂ റിമാൻഡ് കാലയളവിൽ തന്നെ പുറത്തേക്ക് വന്നത്. തന്ത്രിയും ശ്രീകുമാറും പറഞ്ഞ വ്യക്തിയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും സ്വാഭാവിക ജാമ്യം തേടി പുറത്തു വരികയാണ്. ഈ പത്മകുമാറിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അടുത്ത ആഴ്ചയോടുകൂടി പത്മകുമാറിനും സ്വാഭാവിക ജാമ്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങും. എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക ഇത്?
നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് നീതി ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കോടതിയുടെ ഭാഗത്തുനിന്നും CBI അന്വേഷണത്തിനെതിരെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് SITയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗകര്യങ്ങളില്ല. SITയുടെ ഓഫീസൊക്കെ നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കണം. ഒരു സൗകര്യവുമില്ലാത്ത, വേണ്ടത്ര ഉദ്യോഗാർത്ഥികളില്ലാത്ത, ജോലിക്കാരില്ലാത്ത ഒരു ചെറിയ സംവിധാനം. ആ സംവിധാനത്തിൽ അവർ അത്രയും ചെയ്തു എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. പക്ഷേ ഞാൻ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി ഇനിയും വരുന്ന SITയുടെ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണത്തിൽ പ്രത്യേകിച്ച് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദേശത്തേക്ക് ഈ സ്വർണം പോയോ അല്ലെങ്കിൽ വിദേശത്തുള്ള വലിയ ആളുകളൊക്കെ ഇതിൻ്റെ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്കൊന്നും അന്വേഷണം കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും, വികസന വിരുദ്ധത, അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഇവർ നടപ്പിലാക്കുന്ന വലിയ തെറ്റായ നയങ്ങൾ, ഇവർ പറയുന്ന വലിയ നുണകൾ, ഇതിനെതിരെയും ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും, അവർക്ക് മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ഒരു വികസനം അതിദരിദ്രരില്ലാത്ത രാജ്യം, സംസ്ഥാനം എന്നിവർ പറയുന്നുണ്ട്. ഈ അതിദരിദ്രരില്ലാതെയാകാൻ നൽകിയ റേഷൻ മുഴുവൻ കേന്ദ്ര സർക്കാരാണ്. അവർക്ക് നൽകുന്ന കുടിവെള്ളം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പദ്ധതിയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമാണ്. അതെ, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ. രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അതിദാരിദ്ര്യം നിശ്ചയിക്കുന്നത് 5 സോണുകളിലാണ്, അല്ല 5 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് കൃത്യമായി ഭക്ഷണം കിട്ടണം, അവർക്ക് കുടിവെള്ളം കിട്ടണം, അവർക്ക് മരുന്ന് കിട്ടണം, അവർക്ക് വീടുണ്ടാവണം, അവർക്ക് ഗ്യാസ്, അത് കുക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടണം. നോക്കൂ, അരി കിട്ടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി, ഗ്യാസ് നൽകുന്നത് കേന്ദ്ര സർക്കാർ, കുടിവെള്ളം നൽകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി, എല്ലാവർക്കും ഏറ്റവും ഗ്രാമങ്ങളിലെത്തിയത്. അതുപോലെ തന്നെ മരുന്ന് കിട്ടിയത് ആയുഷ്മാൻ ഭാരതും അതുപോലെ തന്നെ ജനൌഷധിയും, വീട് കിട്ടുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് 5 കാര്യങ്ങൾ കൊണ്ട് ഈ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം കുറച്ചത്. എന്നിട്ട് ഞാനാണ് ഇത് അവസാനിപ്പിച്ചത്. എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. മുൻപും പല തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും നമ്മൾ ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. താങ്കൾ ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ വരുന്ന പല പദ്ധതികളും അതൊക്കെ നമ്മുടെ സാധാരണക്കാരിലേക്ക് എത്തുന്നത്, ഇത് എത്ര കണ്ട് നമ്മുടെ സാധാരണക്കാർക്ക് അറിയാം? അവരെ എന്തുകൊണ്ട് അറിയിക്കാൻ നമ്മുടെ ഘടകങ്ങൾക്ക് കഴിയുന്നില്ല? ഇതൊരു സംസ്ഥാന സർക്കാരിന് അതിൻ്റേതായ പല നേട്ടങ്ങളുമുണ്ട് ഇത്തരം കാര്യം ചെയ്യുമ്പോൾ. കാരണം കേന്ദ്ര സർക്കാരിന് ഇത് ഡയറക്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ഏറ്റവും ഫൈനൽ അതോറിറ്റിക്ക് ചെയ്യാനുള്ള പരിമിതികളുമുണ്ട്. കാരണം നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ ഭരണഘടന അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഇവിടെ തന്നെ തിരുവനന്തപുരം നിയോജക മേയർക്ക് തന്നെ ഉണ്ടായിരുന്ന ഡിസ്കഷൻ. കാരണം ഇത്രയേറെ പദ്ധതികൾ, ജനറൽ പദ്ധതികൾ പെട്ടിട്ടാണ് അവിടെ ബസ്സുകൾ കൊടുത്തിരുന്നത്. അത് ഇലക്ട്രിക് ബസ്സുകളായാലും പഴയ വോൾവോ ബസ്സുകളായാലും അത് ഓടിക്കേണ്ടത് സിറ്റിക്കകത്ത് തന്നെയായിരുന്നു. ആ തർക്കം നമ്മൾ കേട്ടതാണ്. ഇത് എറണാകുളത്തും ഉണ്ട്. ഇപ്പോൾ ഓടുന്നത് കോഴിക്കോട് എറണാകുളം, തിരുവനന്തപുരം എറണാകുളമാണ് ബസ്സുകൾ ഓടുന്നത്. അപ്പോൾ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ബസ്സുകൾ നൽകാനേ കേന്ദ്ര സർക്കാരിന് കഴിയൂ. അത് എവിടെ ഓടിക്കണം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതുപോലെ ഈ പറയുന്ന കുടിവെള്ള പദ്ധതി, കുടിവെള്ളം അൾട്ടിമേറ്റ്ലി സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അത് കാരണം കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ഫണ്ട് നൽകുക, ഇപ്പോൾ അമൃത് പദ്ധതി, ഓരോ കോർപ്പറേഷനുള്ള പദ്ധതി, അത് പണം നൽകാനേ കഴിയുള്ളൂ. ഉദാഹരണത്തിന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിലായും ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ ഇൻട്രസ്റ്റ് ഇല്ലാതെ 50 വർഷത്തേക്ക് ഗ്രാൻഡ് പോലെ സർക്കാരിന് വെച്ചിരുന്നു. ഈ സംസ്ഥാന സർക്കാർ ഒരു പണം എടുത്തിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഈ ബഡ്ജറ്റിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്ന പണം പോലും എങ്ങനെ ചെലവാക്കണമെന്ന് നിശ്ചയിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ആ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കുമെന്ന് കഴിയാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാരിനുണ്ട്. അതാണ് നമ്മളുടെ ബജറ്റിലെ അതിൻ്റെ നൈർമല്യവും അതിൻ്റെ വലിപ്പവും. അപ്പോൾ അത്തരം ഫണ്ടുകൾ കൊണ്ട് ചെയ്യുമ്പോൾ മാന്യതയുള്ള സർക്കാരുകൾ പറയേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊജക്റ്റാണിത്, ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയേണ്ട മാന്യത സംസ്ഥാന സർക്കാരിനാണ്. നിർഭാഗ്യവശാൽ അത് ചെയ്യുന്നില്ല എന്നുള്ളിടത്ത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ജനങ്ങളുടെ മുൻപിൽ ലീഫ്ലെറ്റായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്രകടന പത്രികയിലുമെല്ലാം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാധ്യമങ്ങളാണ് ചെയ്യേണ്ടത് യഥാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എങ്ങനെയാണ്. ഇപ്പം നോക്കൂ, ഈ ആശുപത്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ദയവായി ഒന്ന് ചെക്ക് ചെയ്യൂ. കേരളത്തിലെ ആരോഗ്യരംഗം, പ്രത്യേകിച്ച് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ,
ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 170 കോടിയിൽ 120 കോടിയും കേന്ദ്ര സർക്കാർ നൽകുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് 191, വീണ്ടും 100 കോടിയിലധികം കേന്ദ്ര സർക്കാർ നൽകുന്നത്. മറ്റ് ഇവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 200 കോടിയിൽ 140 കോടിയും മറ്റേ കേന്ദ്ര സർക്കാർ നൽകുന്നത്. വികസനത്തിന് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ഏതാണ്ട് 80% പണം നൽകുന്ന കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ അവിടെ കാണിക്കില്ല. ഉദ്ഘാടനം ചെയ്യുന്നതെല്ലാം ഇവിടുത്തെ വീണ ജോർജ് എല്ലാം ചെയ്യും. അതുപോലെ തന്നെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ എണ്ണം അതിൽ NHMൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെയും നാഷണൽ ആയുഷ് മിഷൻ്റെയുമുള്ള എത്ര ഡോക്ടർമാരും എത്ര മറ്റുള്ള ട്രെയിൻഡ് സ്റ്റാഫും കേന്ദ്ര സർക്കാരിൻ്റെ സാലറിയിലാണ് നോക്കൂ. ഇപ്പോൾ മനസ്സിലാവും അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എത്ര ഫണ്ടൊന്നും. അല്ലാണ്ട് ഇവർ പറയുന്നത് പോലെ 42% അല്ലെങ്കിൽ 1.982% അല്ലെങ്കിൽ 3% മാത്രമല്ല കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് പദ്ധതികളിലൂടെയും പണം കിട്ടുന്നുണ്ട്. അതും കൂടി കണക്കാക്കാൻ സംസ്ഥാന സർക്കാരും അതിനെക്കുറിച്ച് പഠിക്കാൻ മാധ്യമങ്ങളും തയ്യാറാവണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. നമ്മുടെ സംസ്ഥാനത്തെ സിസ്റ്റം മുഴുവൻ തകരാറിലാണ്. അറിയാലോ, സിസ്റ്റത്തിൻ്റെ ഒരു തകരാറ്. അത് ഇന്ന വകുപ്പിലൊന്നൊന്നുമില്ല, എല്ലാ വകുപ്പിലുമുണ്ട് ഈ തകരാറ്. ആ തകരാറ് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടപ്പാച്ചിലാണ് സർക്കാർ. ആ തകരാറിനെ എങ്ങനെ വോട്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് കോൺഗ്രസ്. അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ താങ്കൾ ഈ നേരത്തെ പറഞ്ഞ ഈ പദ്ധതികൾ അതുമായൊക്കെ ബന്ധപ്പെട്ട് BJPക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. അത് വേണ്ട സമയത്ത് നോക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുമുണ്ട്. അങ്ങനെയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കോ മാത്രം ചെയ്യാവുന്ന തകർച്ചയല്ല കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇത് എല്ലാവരും ചേർന്ന് മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള നല്ല ആളുകളും എല്ലാം ചേർന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ രക്ഷിച്ചാൽ മാത്രമേ ഈ സംസ്ഥാനം രക്ഷപ്പെടുകയുള്ളൂ. കാരണം ഇത് ചെറിയ കടമല്ല വരുത്തി വെച്ചിരിക്കുന്നത്. 6 ലക്ഷം കോടിയുടെ കടത്തിനടുത്തായിരിക്കുന്നു. അത് ബജറ്റിലെ കടം, കിഫ്ബിയുടെ കടം വേറെ. അപ്പോൾ ഏതാണ്ട് കേരളത്തിലെ വരുമാനത്തിൻ്റെ 80% നമുക്ക് എല്ലാവർക്കും സൂചിപ്പിച്ചതുപോലെ പെൻഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും സാലറിയുമായിട്ട് പോകുന്നു. ക്യാപെക്സിലേക്ക് ഒരു ഫണ്ടും പോകുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഇവിടുത്തെ സംസ്ഥാനത്തെ മന്ത്രി, ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ദാവോസിൽ പോയിട്ട് വേൾഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ പോയിട്ട് ₹1 ഇൻവെസ്റ്റ്മെൻറ്റ് വന്നോ? കഴിഞ്ഞ 10 വർഷമായിട്ട് FDIയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ₹1 വെച്ച് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഈ സംസ്ഥാനത്തുള്ള വികസനത്തിൻ്റെ ആകെത്തുക ഒരു 100 കോടി ടേൺ ഓവറുള്ള ഏത് പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുള്ളത്? എന്ന് വേണ്ട PSU കഴിഞ്ഞ 10 വർഷമായി PSU 50% ലാഭത്തിലായെന്ന് പറയുമ്പോൾ ഏത് PSU ആണ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത്? കെൽട്രോൺ അടക്കം മറ്റു പല സ്ഥാപനങ്ങളും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇവർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. PSU പുതിയത് തുടങ്ങുന്നില്ല, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നില്ല, ക്യാപെക്സ് ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പണമില്ല. പക്ഷേ നോക്കൂ, കേന്ദ്ര സർക്കാർ ഏതാണ്ട് BJPക്കെതിരെയുള്ള ആരോപണം ഞങ്ങൾ PSUസിനെ പിരിച്ചുവിടുന്നു എന്നാണ്. കണക്ക് നോക്കുമ്പോൾ ഈ 2014 ഉണ്ടായിരുന്ന PSUസിനേക്കാൾ കൂടുതലാണ് ഇന്ന് 2026 കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളത്. അത് ലാഭമുണ്ടാക്കുന്ന PSUസിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു. ഇതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള PSU പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങുന്നില്ല. ഒരു 100 കോടിയിലധികം ടേൺ ഓവറുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സോ ഒന്നും വന്നിട്ടില്ല. IT ഉള്ളതുകൊണ്ട് മാത്രം, IT പാർക്ക്, അതും ലുലുവും അതുപോലെ തന്നെ വിപ്രോയും പാർക്ക് തുടങ്ങിയതുകൊണ്ട് കേരളത്തിൽ എറണാകുളത്തും അതുപോലെ തന്നെ ഇവിടെയും 2-3 പാർക്കുകൾ ഉണ്ടായതുകൊണ്ട് ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ ഇന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സിസ്റ്റം തകരാറിനെക്കുറിച്ച് പറയാനിരുന്നാൽ അതിന് ദിവസങ്ങൾ എടുക്കേണ്ടി വരും, ഒറ്റ സ്റ്റെപ്പിലിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ താങ്കളുടെ സമയം കളയുന്നില്ല. തിരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ BJPയുടെ ഒരു പ്രതീക്ഷ അത് എങ്ങനെയാണ്? എത്ര മണ്ഡലങ്ങൾ, എന്താണ് ലക്ഷ്യമിടുന്നത്, എന്താണ്? നോക്കൂ, ഇത് ഒരു തിരഞ്ഞെടുപ്പിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫൈനൽ ഘട്ടത്തിൽ പോലും കൃത്യമായ കണക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് മിനിറ്റ് ഒരു പോളിസി ചേഞ്ചസും അതുപോലെ തന്നെ ഇഷ്യൂസും മാറിയേക്കാം. ഇപ്പോൾ നോക്കൂ, ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് തൊട്ട് കേരള സ്റ്റോറി ആയിരിക്കാം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും കേരള സ്റ്റോറി പറഞ്ഞപ്പോഴാണ് നാളെ ഹൈക്കോടതി കാണാൻ പോവുകയാണ് കേരള സ്റ്റോറി. എല്ലാവരും കാണട്ടെ എന്ന്. കേരള സ്റ്റോറിക്ക് എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രൊപ്പഗണ്ട സിനിമ ആദ്യമായിട്ടാണോ വരുന്നത്? BJPക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരെ എന്തോരം സിനിമകൾ വന്നിരിക്കുന്നു. പ്രഗത്ഭരായ പല സിനിമാ നിർമ്മാതാക്കളും ഇത്തരത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ എതിരായിട്ട് ചിത്രീകരിക്കുന്ന എത്രയേറെ സിനിമകൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾ കാണട്ടെ. ജനങ്ങൾക്ക് കാണാത്തവർ കാണണ്ട.
അതല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ട. ഇപ്പോൾ ഞാൻ പേരുകൾ പറയുന്നില്ല. ഇപ്പം 1921 ഈ മലബാർ കലാപത്തെക്കുറിച്ചൊക്കെ ചിലർ സിനിമ എടുക്കാൻ പോയിരുന്നു, ചിലവർ ഇതിനു മുമ്പ് പഴയ സിനിമകൾ വന്നിട്ടുണ്ട്. IV ശശി അടക്കമുള്ള വലിയ ആളുകൾ അത്തരം സിനിമകൾ എടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് സമരം ചെയ്യാനോ അത് കത്തിക്കാനോ പോയിട്ടില്ലല്ലോ. അതൊന്നും ശരിയായ രീതിയല്ല. അത് ഒരു വിഭാഗത്തിനെതിരെ എന്തെങ്കിലും ഒരു സിനിമകൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെതിരെ അവർക്ക് വിശ്വാസമില്ലാത്ത ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ചില നിയന്ത്രണങ്ങൾ വേണം. അതല്ല, അത് മറ്റ് ചിലതിനെതിരെയാവുമ്പോൾ പൂർണ്ണമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വ്യക്താക്കളായിട്ട് CPM മാറുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ ജനങ്ങൾ തിരുത്തിക്കോളും. അല്ലെങ്കിൽ സിനിമയെ സിനിമയായി കാണാനുള്ള വലിപ്പവും മാനസിക വലിപ്പമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് പിന്നെ ഈ വിഷയം അത്ര പൂർണ്ണമായി ശരിയല്ല. ഇപ്പോൾ നോക്കൂ, ഞാൻ അതിൻ്റെ ഒരു കണക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, നാർക്കോട്ടിക് വിവാദം അറിയാമല്ലോ, 2021 ഉണ്ടായി. പാലാ ബിഷപ്പാണ് പറഞ്ഞത്. അന്ന് അതിശക്തമായി മുഖ്യമന്ത്രി പിറ്റേ ദിവസം സെപ്റ്റംബർ 22 അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ഞാനത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് തന്നെ ആയിരുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായി അദ്ദേഹം ചില കണക്ക് പറഞ്ഞു. എൻ്റെ അടുത്ത് കൃത്യമായ കണക്കുകളുണ്ട്. ഏതാണ്ട് 5422 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇത്ര ഹിന്ദുക്കൾ, ഇത്ര മുസ്ലിംസ്, ഇത്ര അറിയായിരിക്കും ആ കണക്കുകളൊക്കെ. എന്തുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്? ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രിക്ക്. ഇന്ന് ഇത്തരം നാർക്കോട്ടിക് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് അന്ന് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളല്ല പറഞ്ഞത്, മതപരമായ കണക്കുകൾ വെച്ചുകൊണ്ട് ഇത്ര ഹിന്ദുക്കൾ, ഇത്ര മുസ്ലിങ്ങൾ, ഇത്ര ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു. അന്നത്തെ കണക്കിൽ തന്നെ അദ്ദേഹം പറയുന്നതിന് എതിരായി, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യത്തിന് ടോട്ടൽ എതിരായിട്ടുള്ള കണക്കുകളാണ് അന്ന് പുറത്തേക്ക് വന്നത്. അദ്ദേഹം അന്നത് നിർത്തി. എന്തുകൊണ്ട്? CPM-ഓ ദേശാഭിമാനിയോ കൈരളിയോ CPM-ൻ്റെ ജിഹകളോ CPM-ൻ്റെ അനുഭാവികളോ ആ കണക്ക് പറയുന്നില്ല. ഇന്ന് ധൈര്യമുണ്ടോ CPM-നോ കോൺഗ്രസിനോ, അല്ലെങ്കിൽ അത് കോൺഗ്രസിനും അടക്കം ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ ഈ കണക്ക് പറയാൻ? നാർക്കോട്ടിക് ജിഹാദ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറഞ്ഞ കണക്കുകൾ കൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിച്ചാണ്. നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര സ്ഥലം നൽകിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്നിട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു തെറ്റും കൂടെ അതിനകത്ത് ഒരു അബദ്ധം കൂടെ പറഞ്ഞു വെച്ചു. റാഡിക്കലൈസേഷനെതിരായ ശക്തമായ പ്രചരണം ഞങ്ങൾ നടത്തുന്നുണ്ട്. പോലീസ് മദ്രസകളിൽ അത്തരം പരിപാടികൾ നടത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാണ് മദ്രസകളിൽ മാത്രം? എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ പള്ളിയിൽ നടത്താത്തത് റാഡിക്കലൈസേഷൻ പ്രോഗ്രാം? എന്തുകൊണ്ടാണത് ഹൈന്ദവ ദേവാലയങ്ങളിൽ നടത്താത്തത്? ഇറ്റ് ഷോസ് വേർ എക്സാക്ട്ലി ദിസ് ഹാപ്പനിങ്. അപ്പോൾ ഇതൊന്നും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട. ജനങ്ങൾക്കറിയാം എന്താണ് കേരള സ്റ്റോറി എന്നും. കേരള സ്റ്റോറിയിൽ ഞാൻ കണ്ടിട്ടില്ല സിനിമ. ആ സ്റ്റോറിയിൽ എങ്ങനെയാണ് ISSലേക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രം 100 പേര് പോയെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം പോകുന്നു? അതെന്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം മാത്രമാകുന്നു? തീവ്രവാദത്തിലേക്ക് എന്തുകൊണ്ട് ഒരു വിഭാഗം മാത്രം ആകർഷിക്കപ്പെടുന്നു? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദർ ഇസ് സംതിങ്. പിന്നെ ഈ തിരുവനന്തപുരത്ത് തന്നെ അത്തരം അനുഭവിച്ച ധാരാളം കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് 100 കണക്കിന് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അവരുടെ ജീവിതവും അവരുടെ ഇതൊന്നും വെച്ചുകൊണ്ട് ഞങ്ങൾ അത്തരം കാര്യത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കൂടുതൽ ചർച്ച ചെയ്താൽ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും അതിനെ എതിർക്കണമെങ്കിൽ അവരായിരിക്കും പെടാൻ പോകുന്നത്. വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ അധിക സമയമില്ല. 2 മാസം കഴിഞ്ഞാൽ നമ്മളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 2 മാസമൊന്നുമല്ല, ഏപ്രിൽ 2ാമത്തെ വാരമൊക്കെ ആയിരിക്കുമെന്നാണല്ലോ കേൾക്കുന്നത്. മാർച്ച് ആദ്യം തന്നെ വിജ്ഞാപനവും വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുജനം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും ഉൾക്കൊള്ളുക എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു മെയ് മാസം വരെ കാത്തിരുന്നാൽ മതി. നമുക്ക് കാത്തിരിക്കാം.